എല്ലാം ചെയ്യും. ഹലോ, ഗുഡ് മോർണിംഗ്. സോ നമ്മൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നേക്കുകയാണ്. ഇന്ന് അങ്ങനെ കാര്യമായിട്ടുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ, അങ്ങനെ വേറെ വ്ളോഗ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല. ഇന്ന് ഞാൻ ഓർത്ത് ഇന്നൊരു കല്യാണമുണ്ട്. ഞാൻ കുറേ നാളായിട്ട് ഒരു കല്യാണം ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി പോകണം എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. സോ ഫൈനലി ഇന്നൊരു കല്യാണം ഉണ്ട്. ഫ്രണ്ടിൻ്റെ കല്യാണമാണ്, ഒരു മുസ്ലിം വെഡ്ഡിങ് ആണ്. സോ എനിക്കൊരു മുസ്ലിം വെഡ്ഡിങ് ലുക്ക് ക്രിയേറ്റ് ചെയ്യണം എന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹം. ഞാൻ ഇതുവരെ അങ്ങനെ ഒരു ലുക്കൊന്നും ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടൊന്നുമില്ല. എത്രത്തോളം ആവുമെന്നൊന്നും എനിക്കറിയില്ല. സോ ഇന്ന് വേറെ വീഡിയോ ഒന്നുമല്ല. സോ ഗെറ്റ് റെഡി വിത്ത് മീ ഫോർ എ വെഡ്ഡിങ് ആണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതാണ് എൻ്റെ സ്കിന്നിൻ്റെ റോ ആയിട്ടുള്ള അവസ്ഥ. ഞാനിപ്പോൾ ഫേസ് വാഷ് ചെയ്തിട്ട് വന്നിട്ടേ ഉള്ളൂ, വേറെ ഒന്നും തേച്ചിട്ട് ഒന്നുമില്ല. ഇതാണ് എൻ്റെ റോ ആയിട്ടുള്ള അവസ്ഥ. അതാ പാടുകളും ചെറിയ ചെറിയ കുരുക്കളുണ്ട്, മൈന്യൂട്ടായിട്ടുള്ള പിമ്പിൾസ് ഉണ്ട്, പാടുകളൊക്കെ ഉണ്ട്. ആൻഡ് ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ സ്കിൻ കെയർ ചെയ്യണുണ്ട്, അതുകൊണ്ട് തന്നെ നന്നായിട്ട് വ്യത്യാസം വരണുണ്ട്. സോ എൻ്റെ സ്കിൻ കെയർ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. സോ നമ്മൾ ആദ്യം നമ്മുടെ സ്കിൻ കെയർ ചെയ്തിട്ട് നമുക്ക് മേക്കപ്പ് യൂസ് ചെയ്യാം. ബിക്കോസ് പുറത്തൊക്കെ നല്ല വെയിലാണ്, അതുകൊണ്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ നല്ല കരിഞ്ഞു പോവും. സോ നമുക്ക് സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഞാൻ ടോണറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഞാൻ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയ ടോണറാണ്. ഇത് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ഞാൻ ഇത് കുറച്ച് നാൾ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ റിവ്യൂ പറയാനാണ്. ആൻഡ് ഇത് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യേണ്ട സാധനമാണ്. ആൾക്കാർ റിവ്യൂ പറഞ്ഞ് വെച്ചിട്ട് നോക്കട്ടെ. ചീഞ്ഞ് ഇതെന്ത് കഷ്ടമാണോ എന്തോ. ഇന്നലെ വരെ വർക്ക് ചെയ്തതാണല്ലോ. എന്തോ ഇത് വരുമെന്ന് എനിക്ക് തോന്നണില്ല. ഇത് മാറ്റിയേക്ക്. ഇന്നലെ വരെ വന്നുകൊണ്ടിരുന്ന സാധനമാണിത്, ഇന്ന് വരണില്ല. അത് വിടും. സോ നമ്മൾ യൂസ് ചെയ്യാൻ പോണത് നെക്സ്റ്റ് ഡേം ഡോക്കിൻ്റെ നയാസനമൈഡ് സെറമാണ്. ഈ സെറം എനിക്ക് അത്യാവശ്യം വർക്കാവുന്നുണ്ട് ഗൈസ്. ഞാൻ വിചാരിച്ചത് എനിക്ക് വർക്കാണില്ല, പക്ഷേ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഈ സെറം ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഇത് എനിക്ക് വർക്കാവുന്നുണ്ട്. ഞാൻ എപ്പോൾ ഈ മൂക്കിൻ്റെ ഏരിയയിൽ അപ്ലൈ ചെയ്യാൻ മറന്നു, കാരണം മൂക്കിൻ്റെ ഏരിയയിലാണല്ലോ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉള്ളത്. പക്ഷേ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും. പക്ഷെ ഞാൻ എപ്പോഴും മറന്നു ഈ മൂക്കിൻ്റെ ഏരിയയിലൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെ സെറം അപ്ലൈ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മുടെ സ്റ്റെപ്പ് മോയ്സ്ചറൈസറാണ്. മോയ്സ്ചറൈസറിന് വേണ്ടിയിട്ട് ഈ ഡോക്ടർ ഷെത്തിൻ്റെ സെറാമൈഡ് ആൻഡ് വൈറ്റമിൻ സി ഓയിൽ ഫ്രീ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യണത്. ഞാൻ കുറച്ച് നാളെ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളൂ, പക്ഷേ അടിപൊളിയാണ്, എനിക്കിഷ്ടപ്പെട്ടു. എല്ലാം പണി തരിക, ഇതെല്ലാം ചെയ്ത് ഇന്ന് എനിക്ക് ഒരു ബാഡ് ദിവസമാണ് ഗൈസ്. ഇതൊന്നും വരുന്നില്ല. എന്താണ് അവസ്ഥ ഇങ്ങനെയൊക്കെ? കുറച്ച് ലൈറ്റ് മോയ്സ്ചറൈസറാണ് ഇല്ല എന്ന് തോന്നുന്നു. അന്ന് ഹെവി ആയിട്ട് സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്യേണ്ട, എന്നാൽ കോമ്പിനേഷൻ അങ്ങനെയൊക്കെ ഒരു സ്കിൻ ടൈപ്പ് വരുന്നവർക്ക് ഈ മോയ്സ്ചറൈസർ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഒത്തിരി ആയിട്ട് ഇങ്ങനെ ഒരു ഓയിൽനെസ് ഒന്നുമില്ല, ലൈറ്റാണ്, എന്നാൽ മോയ്സ്ചർ ലോക്ക് ചെയ്യുന്നതും കൂടെ ഉണ്ട്. അതാണ് ഈ മോയ്സ്ചറൈസർ. ഇതെനിക്കിഷ്ടപ്പെട്ടു. നമ്മുടെ മെയിൻ സ്റ്റെപ്പാണ് സൺസ്ക്രീൻ. സൺസ്ക്രീന് പുറത്തിടാതെ ഇപ്പോൾ പോകാനേ പറ്റണില്ല. ഭയങ്കര കത്തിക്കരിയുന്ന വെയിലാണ് ഇപ്പോൾ പുറത്ത്. പ്രത്യേകിച്ച് ഇന്ന് വീഡിയോ എടുക്കുന്നതിന് പുറത്ത് തന്നെ നല്ല വെയിൽ ഉദിച്ച് നിൽക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ സൺസ്ക്രീൻ, എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആണ് ഈ ഡെർമാക്കോയുടെ ഈ സൺസ്ക്രീൻ. ഇതും അക്വാലോജിക്കയുടെ എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് സൺസ്ക്രീൻ. എൻ്റെ സ്കിന്നിന് വളരെ സ്യൂട്ടാവുന്ന ഒരു സൺസ്ക്രീനാണ്. ഞാൻ എപ്പോഴും ഫേസിന് മാത്രം അപ്ലൈ ചെയ്യുന്നുള്ളൂ, നെക്കിനൊന്നും ഞാൻ അപ്ലൈ ചെയ്യുന്നില്ല. സോ നമുക്കിന്ന് നെക്കിന് അപ്ലൈ ചെയ്യാം. സോ നമ്മുടെ സ്കിന്നിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ ഇന്നൊരു സാധനം ഇടാൻ മറന്നുപോയി ഗൈസ്. ഞാൻ വിചാരിച്ചായിരുന്നു സ്കിന്നിന് ഇച്ചിരി ഒരു നാച്ചുറൽ ഗ്ലോ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സ്നെയിൽ മ്യൂസിന് ഇടണമെന്ന്, പക്ഷെ മറന്നുപോയി. ഇനി സ്നെയിൽ മ്യൂസിന് ഇടുന്ന ശരിയില്ല, സൺസ്ക്രീൻ ഇട്ടില്ലേ.
എല്ലാം ഇങ്ങനെയാണ് ഗൈസ്, എപ്പോഴും എന്തെങ്കിലുമൊക്കെ മറന്നു. കുഴപ്പമില്ല, എല്ലാം നാച്ചുറലായിട്ടുള്ളൊരു ഗ്ലോ ഒക്കെ ചെറുതായിട്ടുണ്ട് ആ വെയിൽ ഉള്ളതുകൊണ്ട്. ഓക്കെ, കഴിഞ്ഞു. നമുക്ക് നമ്മുടെ ലിപ് ബാം തീർന്നു. ലിപ് ബാം തീർന്ന് അങ്ങേ അറ്റമായി. എനിക്കിഷ്ടമാണ് ഈ നിവ്യയുടെ ഈ ടിൻറ്റഡ് ലിപ് ബാം. ഈ ജിമ്മിലൊക്കെ പോണ സമയത്ത് എനിക്ക് ഈ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് പോകുന്ന ഇഷ്ടമില്ല. പക്ഷേ ഇതാണെങ്കിൽ ഒരു നാച്ചുറലായിട്ടുള്ള ടിൻറ്റ് തരുന്നതുകൊണ്ട് ഇത് എനിക്കിഷ്ടം. അതുകൊണ്ട് ജിമ്മിൽ പോകുമ്പോൾ എപ്പോഴും ഞാൻ ഈ ലിപ് ബാം ഇട്ടണേ. സെറ്റില്ല. അപ്പം നമ്മൾ ഇത്രയാണ് നമ്മുടെ സ്കിൻ കെയർ. വേറെ സ്കിൻ കെയർ ഒന്നുമില്ല. സോ നമുക്കിനി നമ്മുടെ മേക്കപ്പിലേക്ക് കടക്കണം. എനിക്കിന്ന് മറ്റേ കാറ്റയൊക്കെ ചെയ്യണം എന്നുണ്ട്. പക്ഷെ എനിക്ക് ഇതുവരെ ട്രൈ ചെയ്തിട്ട് എനിക്ക് പറ്റിയില്ല. പക്ഷെ ഇന്ന് എനിക്ക് പറ്റണം എന്ന് നിർബന്ധമാണ്. ഇത് കൂടെ വണ്ടിയൊക്കെ പോകുന്നുണ്ട് ഗൈസ്. സോ അതിൻ്റെ സൗണ്ടൊക്കെ ഒന്ന് എക്സ്ക്യൂസ് ചെയ്യണം. സ്കിൻ കെയർ ആയി. ഓക്കെ, സ്കിന്ന് ഒന്ന് പെർഫെക്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. സോ നമുക്ക് ഇനി മേക്കപ്പ് ചെയ്യണതിന് മുന്നേ നമുക്ക് ആദ്യം പ്രൈമർ ഇടാം. കാരണം എൻ്റെ സ്കിന്നിന് അത്യാവശ്യം നല്ല പോഴ്സ് ഉണ്ട്. അപ്പോൾ പോഴ്സിലൊക്കെ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഒരുമാതിരി മറ്റൊരു എഫക്റ്റാണ് ഉണ്ടാവുന്നത്. സോ നമുക്ക് ഓക്കെ ഇനി നമുക്ക് നമ്മുടെ മെയിനായിട്ടുള്ളത് നമുക്ക് ഫൗണ്ടേഷനിൽ തുടങ്ങാം. എൻ്റെ സ്കിന്നിന് സ്യൂട്ടായിട്ടുള്ള ഫൗണ്ടേഷനാണ്, അതായത് ഈ മെബിലിൻ്റെ 340 എന്ന് പറഞ്ഞ ഷെയ്ഡ്. പക്ഷേ ഈ ഷെയ്ഡ് ഞാൻ മേടിച്ച സമയത്ത് എൻ്റെ സ്കിന്നിന് ഭയങ്കര കറക്റ്റ് സ്യൂട്ടായിട്ട് നിൽക്കണത്. പക്ഷേ ഇതാണെങ്കിൽ ഓക്സിഡൈസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ ആയതുകൊണ്ട് കുറച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്കിന്ന് ഭയങ്കര കറുത്ത പോലെ തോന്നിക്കണം. 330 ആയിരുന്നു മേടിക്കേണ്ടത്, പക്ഷേ ഞാൻ 340 അതെനിക്കിങ്ങനെ ഭയങ്കര എടുത്തൊരു പുട്ടിയിട്ട് പോലെ നിൽക്കാൻ താല്പര്യമില്ല എന്ന് ഓർത്ത് 340 മേടിച്ചത്. പക്ഷേ ഇത് ഓക്സിഡൈസ് ആവണുണ്ട്, അത് ഞാൻ അറിയില്ലായിരുന്നു. ഇപ്പോൾ ആണെങ്കിൽ ഇതെനിക്ക് കറക്റ്റ് ഷെയ്ഡായിട്ട് തോന്നണില്ല. സോ നമുക്ക് ഇത് വേറൊരു ഫൗണ്ടേഷനായിട്ട് മിക്സ് ചെയ്തിടാം. കാരണം ഞാൻ 330 വാങ്ങിച്ചിട്ടില്ല, വാങ്ങിക്കണം. സോ നമുക്കിപ്പോൾ ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ അങ്ങനെ ഓവറായിട്ട് ഇന്ന് ഫൗണ്ടേഷൻ ഇട്ട് കൊളാക്കാൻ ആഗ്രഹിക്കുന്നില്ല. കണ്ണിൻ്റെ ഇടയിൽ പിന്നെ ജസ്റ്റ് സ്പോട്ട്സ് ഒക്കെ കവർ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കണം. പിന്നെ എൻ്റെ ഇത് കണ്ടു, ഇവിടെ ഒരു ബ്ലാക്ക്, അതെന്താ സംഭവം ഇതുവരെ എനിക്ക് മനസ്സിലായില്ല. ഈ സൈഡും ഉണ്ട്, ഈ സൈഡും ഉണ്ട്, ഒരു ബ്ലാക്ക് ഒരു ഇതായിട്ട് കാണുന്ന. ഞാൻ എൻ്റെ സ്പോട്ട്സ് മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ. ഈ ഏരിയയിലൊക്കെ അത്യാവശ്യം എനിക്ക് ഡാർക്ക് സ്പോട്ട് ഉണ്ട്, പ്രത്യേകിച്ച് ഈ ഇവിടെ. ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ കവർ ചെയ്ത് അങ്ങനെ പോകാം. ഞാനിത് അങ്ങനെ ഇടുന്നില്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പം എല്ലാവർക്കും വാരി തേക്കുന്നുണ്ടല്ലോ. അപ്പം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മുഖം മൊത്തം ഡാർക്ക് സ്പോട്ടാണോ? എനിക്ക് ശരിക്കും അറിയില്ല എനിക്ക് എങ്ങനെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഓർ അതൊക്കെ എടുക്കണം. പക്ഷെ എൻ്റെ രീതിയിൽ എനിക്ക് ഇങ്ങനെയൊക്കെ അറിയുള്ളൂ. ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മുസ്ലിം വെഡ്ഡിങ്സിന് പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവരുടെ ഫുഡ് അടിപൊളിയല്ലേ. അതുകൊണ്ട് മാത്രം എനിക്ക് അവരുടെ വെഡ്ഡിങ്ങിന് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. ബ്രഷ് നനച്ചിട്ട് എനിക്ക് ഈ മേക്കപ്പ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ബ്രഷ് അത്യാവശ്യം വെട്ടായിട്ടിരുന്നിട്ട് ഫൗണ്ടേഷൻ ബ്ലെൻഡ് ചെയ്യാൻ എനിക്കിഷ്ടം. മേക്കപ്പ് കൂടി പോയി എന്ന് തോന്നുന്നു. പൊട്ടിയിട്ട പോലെ ഉണ്ടല്ലേ നന്നായി. ഞാനല്ലോ ഒരു നോ മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷേ ഇട്ട ഫൗണ്ടേഷനാണ് ഇച്ചിരി കൂടുതൽ. നയൻതാരയുടെ ഒരു വീഡിയോ ഉണ്ടില്ലേ, അവള് ലിപ്പിൽ ചെറുതായിട്ടൊരു ഫൗണ്ടേഷനൊക്കെ തൂക്കുന്നു. നമുക്ക് നോക്കാം. അപ്പം എൻ്റെ ഒരു കറക്റ്റ് ഷെയ്ഡായി എന്ന് തോന്നണല്ലേ? അല്ലല്ലേ, ഭയങ്കര ബൊമ്മക്കുട്ടീനെ പോലെ ഇട്ട പോലെ ഉണ്ടല്ലേ. നമ്മൾ ഫൗണ്ടേഷൻ അത്യാവശ്യം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയൊക്കെ വരുമ്പോഴത്തേക്ക് ഫേസ് സെറ്റ് ആകുമായിരിക്കും. ഇനി നമുക്ക് ഐ ചെയ്യാം. ഞാൻ ആലോചിക്കണേ, എൻ്റെ ഡ്രസ്സ് യെല്ലോ ആണ്. സോ ഞാനൊരു പിങ്ക് ചെയ്യാനാണ് ഞാൻ വിചാരിക്കുന്നത്.
ഒരു രസം. ഈ ഐഷോഡോ പാലറ്റിൽ ഈ ഒരു പിങ്ക് ചെയ്താലോ എന്നാണ് ഞാൻ ആലോചിക്കണം. നോക്കട്ടെ എത്രത്തോളം ശരിയാവണം. അല്ലേ വേണ്ട, ഈ ഒരു കളർ ചെയ്യാം. സോ നമ്മൾ ഈ കളർ എടുത്തിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. പക്ഷെ എനിക്ക് ഈ ക്യാമറ ലോക്ക് ചെയ്യുന്നതിൽ അത്ര പ്രൊഫഷണൽ ഒന്നും ആയിട്ടില്ല. സോ ഞാനിത് ഇട്ടിട്ട് വരാം. കണ്ണ് അത്യാവശ്യം സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കണം. നമുക്കിനി കാറ്റ് ഐ ചെയ്യാം. നമുക്ക് നമ്മുടെ ഡാസ്ലറിൻ്റെ ഈ സാധനം വെച്ചിട്ട് കാറ്റ് ഐ ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് ഞാൻ ചെയ്തിട്ട് കാണിച്ചു തരാം. നോക്കട്ടെ കാറ്റ് ഐ ആവോ അതോ എൻ്റെ ഐ ആവോ എന്നൊക്കെ ഞാൻ നോക്കട്ടെ. നമ്മൾ എന്തൊക്കെയൊക്കെയോ കാട്ടിക്കൂട്ടിട്ട് എന്തെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഒരു ഐ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് കാറ്റിൻ്റെ ആണോ ഡോഗിൻ്റെ ആണോ എന്ന് എനിക്കറിയില്ല. ഇത് ഫൈനലി മസ്കാര വെച്ചിട്ട് നമുക്കും കൂടെ ലാഷ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇന്നത്തെ മേക്കപ്പ് കൊള്ളാവാനാണ് എൻ്റെ സാധ്യത. കാരണം ഞാൻ എന്തൊക്കെയൊക്കെയോ വാരി എന്തെല്ലാം കൂട്ടുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ലിപ്സ്റ്റിക് ഇടാം. ഞാൻ ഇട്ട ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് വന്നിട്ട് NYBയുടെ 3-in-1 ഈ ഷെയ്ഡ്. ഈ ഷെയ്ഡിൻ്റെ പേര് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. ഇത് അടിപൊളിയായിട്ടുള്ള ഒരു മിനി ലിപ്സ്റ്റിക്കാണ്. നമുക്ക് 4 ഷെയ്ഡ് നമുക്ക് അറ്റ് എ ടൈം നമുക്ക് ഈ ഒരു സാധനം മാത്രം കൊണ്ട് നടന്നാൽ മതിയല്ലോ. അല്ലാതെ ഇങ്ങനെ അങ്ങനെ കുറേ നടക്കേണ്ട ആവശ്യമില്ല. ഇതിന് 4 ഷെയ്ഡ് വരുന്നുണ്ട്. പക്ഷേ ഇത് മിനി ആയതുകൊണ്ട് കുറച്ചേ ഉള്ളൂ, പെട്ടെന്ന് തീരും. പക്ഷേ 4 അടിപൊളി ഷെയ്ഡാണ്. ഈ വയലറ്റ് ഷെയ്ഡൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. സോ നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞു. ഞാൻ ഈ ബ്ലഷൊന്നും എടുത്തില്ല. ബ്ലഷൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇനി ഓവറായിരിക്കും. സോ ഞാനിനി ഡ്രസ്സപ്പ് ചെയ്തിട്ട് ഞാൻ വരാം. ആൻഡ് ദിസ് ഈസ് ദ കമ്മൽ ഐ ആം വെയറിങ്. ഇത് നല്ല ഭംഗിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മീൻസ് നിങ്ങൾ ഇതിൻ്റെ തന്നെ പല വെറൈറ്റീസ് എൻ്റെ ഫോട്ടോസിൽ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഈ അടിയിലേത്തെ ഈ കളർ ചേഞ്ച് ചെയ്യുന്നതാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട്. സോ ഇതാണ് ഞാൻ ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാൻ പോണത്. പക്ഷേ ഹെയർ സ്റ്റൈലാണ് ശരിയാവാത്തത്. ബിക്കോസ് എനിക്ക് ഹെയർ സ്റ്റൈൽ കെട്ടാൻ അറിയില്ല. സോ ദിസ് ഈസ് ദ ഫൈനൽ ലുക്ക്. ഞാൻ വിചാരിച്ച പോലെ ആയില്ലെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത പോലെ ആയിട്ടുണ്ട്. അപ്പം ഞാൻ കല്യാണത്തിന് പോയിട്ട് വരട്ടെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.